നമസ്കാരം. ജ്യോതിഷലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും രാത്രിയിൽ നല്ല സുഖമായി ഉറങ്ങാൻ കിടക്കുന്നവരാണ്. ഒരു ദിവസത്തെ ഓട്ടവും ബഹളവും ക്ഷീണവുമെല്ലാം കഴിഞ്ഞ് മനസ്സിനും ശരീരത്തിനും ഒരു വിശ്രമം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉറക്കത്തെ ആശ്രയിക്കും. പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകാം. നല്ല ഗാഠനിദ്രയിലായിരിക്കും നിങ്ങൾ. പുറം ലോകം എന്താണെന്ന് പോലും അറിയാതെ സ്വപ്നങ്ങളുടെ ലോകത്തായിരിക്കും. അപ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ നിങ്ങൾ ഞെട്ടിയുണരുന്നത്. ചുറ്റും ഇരുട്ട്, വീടും പരിസരവും നിശബ്ദം. നിങ്ങൾ സമയം നോക്കുമ്പോൾ എപ്പോഴും ഒരേ സമയമായിരിക്കും കാണുന്നത്. ഏകദേശം ഒരു 3 മണി, 4 മണി അല്ലെങ്കിൽ 5 മണിക്ക് മുൻപ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, വെള്ളം കുടിച്ചത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് മൂത്രമൊഴിക്കാൻ മുട്ടിയതാവുമെന്ന്. നമ്മൾ പതിയെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി തിരികെ വന്ന് വീണ്ടും കണ്ണടച്ച് കിടക്കും. ചിലപ്പോൾ ഉറക്കം വരും, ചിലപ്പോൾ വരില്ല. പക്ഷെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് എപ്പോഴും ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഉണരുന്നത്? എന്തുകൊണ്ട് രാത്രി 12 മണിക്കോ 1 മണിക്കോ ഈ ഒരു തോന്നൽ വരുന്നില്ല? നിങ്ങൾ എത്ര വെള്ളം കുടിച്ച് കിടന്നാലും കൃത്യമായി ആ ഒരു സമയത്തിൻ്റെ ഇടവേളയിൽ തന്നെ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നതിന് പിന്നിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു രഹസ്യമില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതൊരു വെറും ശാരീരികമായ ഒരു പ്രവർത്തനം മാത്രമല്ല, അതൊരു അടയാളമാണ്. ഈ മഹാപ്രപഞ്ചം, ആ അദൃശ്യമായ മഹാശക്തി നിങ്ങളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നതിൻ്റെ, നിങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ വ്യക്തമായ ഒരു അടയാളം. ഇന്നത്തെ നമ്മുടെ ഈ അധ്യായത്തിലൂടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സമയത്ത് ഉണരുന്നതെന്നും, അങ്ങനെ ഉണർന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും, അതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അത്ഭുതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി സംസാരിക്കാം. ഇത് കേട്ട് കഴിയുമ്പോൾ അടുത്ത തവണ നിങ്ങൾ ആ സമയത്ത് ഉണരുമ്പോൾ അതൊരു ശല്യമായിട്ടല്ല, ഒരു വലിയ അനുഗ്രഹമായിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക. ആദ്യം തന്നെ പുലർച്ചെ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൽ ഈ സമയത്തെ ബ്രഹ്മമുഹൂർത്തം എന്നാണ് പറയുന്നത്. സ്രഷ്ടാവായ ബ്രഹ്മാവിൻ്റെ സമയം. രാത്രിയുടെ യാമങ്ങൾ അവസാനിച്ച് പകലിൻ്റെ വെളിച്ചം ഭൂമിയിലേക്ക് പടരാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു സവിശേഷമായ സന്ധിബന്ധം. ഈ സമയത്ത് ഈ പ്രപഞ്ചത്തിലെ ദൈവികമായ ഊർജം അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലായിരിക്കും. ദേവന്മാരും സിദ്ധന്മാരും യോഗികളും ജ്ഞാനികളും ഈ ഒരു സമയത്താണ് അവരുടെ സാധനകളും പ്രാർത്ഥനകളും അനുഷ്ഠിക്കുന്നത്. കാരണം ഈ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ വാതിലുകൾ തുറന്നിരിക്കും. ലൗകികമായ ചിന്തകളുടെ ഭാരമില്ലാതെ നമ്മുടെ ആത്മാവിന് പ്രപഞ്ച ചൈതന്യത്തെ ഒരു സ്പോഞ്ച് പോലെ ഒപ്പിയെടുക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ആ സമയത്തെ ശാന്തത. ഒരു കിളിയുടെ ശബ്ദം പോലുമില്ല, വാഹനങ്ങളുടെ ഇരമ്പലില്ല, മനുഷ്യൻ്റെ ബഹളങ്ങളില്ല. പ്രകൃതി മുഴുവൻ ഒരു തരം ധ്യാനാവസ്ഥയിലായിരിക്കും. ഈ ഒരു നിശബ്ദതയിലാണ് പ്രപഞ്ചത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഈ ഒരു ദൈവികമായ സമയത്താണ് നിങ്ങളുടെ ഉറക്കം മുറിയുന്നതെങ്കിൽ അതിൻ്റെ ആദ്യത്തെ അർത്ഥം കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്നും ആ പ്രപഞ്ചശക്തി നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ്. നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല, നിങ്ങളൊരു തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാവാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയെ തൊട്ടുണർത്താനാണ് ഈ വിളിച്ചുണർത്തൽ. അപ്പോൾ അടുത്ത സംശയം വരാം, ഈ ദൈവിക ശക്തിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്തിനാണ് എന്നെ മൂത്രമൊഴിപ്പിക്കുന്നത്? അതിന് കാരണം ഗാഠനിദ്രയിലാണ്ട് കിടക്കുന്ന നമ്മളെ പേടിപ്പിക്കാതെ ഭയപ്പെടുത്താതെ ഉണർത്താനുള്ള ഏറ്റവും ലളിതവും സ്വാഭാവികവുമായ മാർഗമാണിത്. നമ്മുടെ ശരീരത്തെ തന്നെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ തൊട്ടു വിളിക്കുന്നത് പോലെ ആ ദിവ്യശക്തി നിങ്ങളുടെ ശരീരത്തിൽ ഒരു ചെറിയ ആവശ്യം സൃഷ്ടിച്ച് നിങ്ങളെ മെല്ലെ ഉണർത്തുന്നു. ഇതൊരു ആത്മീയമായ അലാറമാണ്. ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട. ഇതൊരു അനുഗ്രഹത്തിൻ്റെ ആദ്യ പടിയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഈ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ സൗഭാഗ്യങ്ങളുടെയും മാറ്റങ്ങളുടെയും ഒരു മുന്നറിയിപ്പാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് കാലമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നയാളാകാം. വിവാഹം നടക്കാതെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ചിരിക്കുന്ന വ്യക്തിയാകാം. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊന്നും ഒരു ഫലവും കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നയാളാകാം. എങ്കിൽ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ കാത്തിരിപ്പിന് അവസാനമാകാൻ പോകുന്നു. നിങ്ങളുടെ മുൻജന്മ സുഹൃതങ്ങളും നിങ്ങൾ ഇതുവരെ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലവും നിങ്ങളിലേക്ക് ഒഴുകിയെത്താൻ സമയമായിരിക്കുന്നു. ആ നല്ല ഊർജത്തെ സ്വീകരിക്കാൻ നിങ്ങളെ ഒരുക്കുകയാണ് ഈ പ്രപഞ്ചം. അടഞ്ഞുകിടന്ന ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ സമയമായി എന്നുള്ളൊരു സന്ദേശമാണിത്. ആ നല്ല കാലത്തെ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള ആദ്യപടിയാണ് ഈ ഉണർവ്.
രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് നിങ്ങളുടെ പിതൃക്കളുമായി, അതായത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പൂർവികരുടെ അനുഗ്രഹം ഒരു കവചം പോലെ നമ്മളെ സംരക്ഷിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. അവർ മറ്റൊരു ലോകത്തിരുന്നു കൊണ്ട് ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്, ധൈര്യമായി മുന്നോട്ടു പോകുക എന്ന് നിങ്ങളെ ആശീർവദിക്കുന്നതാവാം. നിങ്ങൾ ഉണർന്ന ശേഷം മനസ്സിൽ ഒരു പ്രത്യേക ശാന്തതയും സമാധാനവും ഒരു പോസിറ്റീവ് ചിന്തയുമാണ് വരുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് അവരുടെ അനുഗ്രഹവർഷമാണ്. എന്നാൽ നേരെ മറിച്ച് ഒരു കാരണവുമില്ലാത്ത സങ്കടമോ ഭാരമോ അസ്വസ്ഥതയോ ആണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അവരുടെ ആത്മാവിന് എന്തോ ഒരു വിഷമമുണ്ട് എന്നതിൻ്റെ സൂചനയാണത്. ഒരുപക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ട ഏതെങ്കിലും കർമ്മങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ആത്മശാന്തിക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യമുണ്ടാകാം. അവർക്ക് നിങ്ങളുമായി ബന്ധപ്പെടാൻ കിട്ടുന്ന ഏറ്റവും നല്ല സമയമാണിത്, ഈ ബ്രഹ്മമുഹൂർത്തം. മൂന്നാമത്തെ കാരണം ഇത് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ വിളിയാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ടാകും. അത് കൃഷ്ണനോ ശിവനോ ദേവിയോ ഗണപതിയോ അയ്യപ്പനോ ആരുമാകാം. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ, ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ ചിലപ്പോൾ ഭഗവാനെ മറന്നുപോകും. നമ്മുടെ പ്രാർത്ഥനകൾ വെറും യാന്ത്രികമായി മാറും. അപ്പോൾ ആ ഇഷ്ടദേവത നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്, മകനെ മകളെ, നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറന്നിട്ടില്ല. നിന്റെ എല്ലാ പ്രയാസങ്ങളും ഞാൻ കാണുന്നുണ്ട്. എൻ്റെ അടുത്തേക്ക് വാ, നിന്റെ സങ്കടങ്ങൾ എന്നോട് പറയൂ, ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്നൊരു സന്ദേശമാണത്. ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് പോലും നിങ്ങൾ നടത്തുന്ന 100 വഴിപാടുകളേക്കാൾ ഫലമുണ്ടാകും. കാരണം ആ സമയത്ത് നിങ്ങളുടെയും ഭഗവാന്റെയും ഇടയിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന നേരിട്ട് ഭഗവാന്റെ കാൽക്കലെത്തും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇങ്ങനെ സ്ഥിരമായി ഉണരുന്ന നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത തവണ നിങ്ങൾ ഈ സമയത്ത് ഉണരുമ്പോൾ ദയവ് ചെയ്ത് മടി പിടിച്ച് വീണ്ടും കിടന്നുറങ്ങരുത്. ആ ദിവ്യമായ അവസരം പാഴാക്കരുത്. നിങ്ങൾ എഴുന്നേൽക്കിട, ബാത്റൂമിൽ പോയി വന്നതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കൈകളും കാലുകളും മുഖവും കണ്ണുകളും നന്നായി കഴുകുക. ഇത് നിങ്ങളുടെ ഉറക്കച്ചടവിനെ പൂർണ്ണമായും മാറ്റും, ശരീരത്തിലൊരു പുതിയ ഉണർവ് നൽകും. അതിനുശേഷം നിങ്ങളുടെ മുറിയിലെ ഏറ്റവും ശാന്തമായ ഒരു മൂലയിൽ പോയിരിക്കുക. നിലത്തോ കസേരയിലോ ഇരിക്കാം, പക്ഷെ നട്ടെല്ല് നിവർത്തിയിരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക. മറ്റൊന്നും ചിന്തിക്കേണ്ട, നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുക്കുക, മെല്ലെ പുറത്തേക്ക് വിടുക. ഉള്ളിലേക്കെടുക്കുന്ന ഓരോ ശ്വാസവും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പോസിറ്റീവ് ഊർജവും ജീവശക്തിയുമാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് സങ്കല്പിക്കുക. പുറത്തേക്ക് വിടുന്ന ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ഉള്ളിലെ എല്ലാ ദുഃഖങ്ങളും രോഗങ്ങളും ടെൻഷനുകളും നെഗറ്റീവ് ചിന്തകളും കറുത്ത പുകയായി പുറത്തേക്ക് പോകുന്നുവെന്നും സങ്കല്പിക്കുക. ഇങ്ങനെ ഒരു 10 തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സൊരു കടല് പോലെ ശാന്തമാകും. ആ ശാന്തമായ മനസ്സുമായി കുറച്ചു നേരം വെറുതെ ഇരിക്കുക. ആ നിശബ്ദതയെ കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ചിലപ്പോൾ ഒരു ചിന്തയുയർന്നു വരാം. നിങ്ങളെ നാളുകളായി അലട്ടുന്ന ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം ഒരു മിന്നൽ പോലെ നിങ്ങളുടെ മനസ്സിൽ തെളിയാം. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖം ഓർമ്മ വരാം. എന്തു തന്നെയാണോ നിങ്ങളുടെ മനസ്സിലേക്ക് ആ നിമിഷം വരുന്നത്, അതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. അതിനെ അവഗണിക്കരുത്. അതിനുശേഷം നിങ്ങളുടെ 2 കൈകളും കൂപ്പി ആ അദൃശ്യ മഹാശക്തിക്ക് നന്ദി പറയുക. എന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി, ഈ അനുഭവം നൽകിയതിന് നന്ദി എന്ന് ഹൃദയത്തിൽ നിന്നും പറയുക. എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും ആ ശക്തിയുടെ മുൻപിൽ സമർപ്പിക്കുക. ഒരു പരാതിയായിട്ടല്ല, ഒരു അവകാശത്തോടെ. നിങ്ങളുടെ ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കാം. ഓം നമഃ ശിവായ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ ഏതുമാകാം. 108 തവണയൊന്നും ജപിക്കണമെന്നില്ല. ഒരു 10 തവണ ഹൃദയത്തിൽ തട്ടി ജപിച്ചാൽ മതി. അതിൻ്റെ ഫലം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ഇത് ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങളിതൊരു ശീലമാക്കുക. എല്ലാ ദിവസവും ആ സമയത്തുണരുമ്പോൾ ഈ കാര്യങ്ങൾ ഒരു 5-10 മിനിറ്റ് ചെയ്യുക. പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ മുഖത്തൊരു പ്രത്യേക പ്രകാശവും തേജസ്സും വരും. നിങ്ങളുടെ സ്വഭാവം ശാന്തമാകും. മുൻപ് നിങ്ങളെ ദേഷ്യപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങളെ അലട്ടാൻ കഴിയില്ല. നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ ഒന്നൊന്നായി മാറിപ്പോകും. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിലൊരു ദൈവാധീനം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഏറ്റവും വലുത് നിങ്ങളുടെ ഉൾക്കാഴ്ച വർദ്ധിക്കും. ആരുടെയെങ്കിലും മനസ്സിലിരിപ്പ് മനസ്സിലാക്കാനും വരാൻ പോകുന്ന നല്ലതും ചീത്തയും തിരിച്ചറിയാനുമുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുലർച്ചെ 3-നും 5-നും ഇടയിലുള്ള ഉണർവ് ഒരു രോഗമല്ല, അതൊരു ശാപമല്ല, അതൊരു വലിയ വരദാനമാണ്.
ആ സമയത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം തുറക്കപ്പെടുമ്പോൾ മടിച്ചു നിൽക്കാതെ അതിലേക്ക് പ്രവേശിക്കുക. ആ പ്രപഞ്ച രഹസ്യങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇന്നത്തെ ഈ അധ്യായം നിങ്ങൾക്ക് പുതിയൊരു അറിവും പ്രചോദനവും നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ സ്ഥിരമായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും താഴെ കമൻ്റായി രേഖപ്പെടുത്തണം. ഈ വിലപ്പെട്ട അറിവ് പ്രിയപ്പെട്ടവരിലേക്കും സുഹൃത്തുക്കളിലേക്കും പങ്കുവെക്കാൻ മറക്കരുത്. നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമൻറ്റ് ചെയ്യുക. ജ്യോതിഷലോകം എന്ന നമ്മുടെ ഈ വലിയ കുടുംബത്തിലെ ഓരോ അംഗത്തിനും വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രത്യേക പൂജകളിലും പ്രാർത്ഥനകളിലും നിങ്ങളെ ഓരോരുത്തരെയും പേരെടുത്ത് തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ നിരന്തരമായ സുന്ദര സഹകരണമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. അതിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു.